ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നല്ലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല തൂവെള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ടൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 3.5 കപ്പ് അരിയാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നന്നായി 2-3 കഴുകി എടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുപാട് നേരം വെക്കേണ്ട, കാരണം നമ്മൾ ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണിത് ചോറ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് കുതിർത്തിയിട്ട് നമുക്ക് വെള്ളം ഊറ്റി വെക്കാം. അപ്പോൾ അതേ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ അടുപ്പിൽ കുറച്ച് വെള്ളം കൂടി നല്ലോണം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെട്ടി തിളപ്പിച്ചെടുത്ത വെള്ളം വേണം. അപ്പോൾ നെയ്യ് ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി നമുക്ക് ഒന്ന് നെയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഉള്ളിയാണ് കേട്ടോ. ഒരു വലിയൊരു സവാള ഞാൻ ചെറുതായിട്ട് വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് എണ്ണയ്ക്കകത്തേക്കിട്ട് അതും കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ നെയ്യ് ചോറ് വെക്കുമ്പോൾ എടുക്കുകയും ചെയ്യാം, ജോലിയും കുറച്ചുകൂടി എളുപ്പമാകും. അപ്പം ഞാൻ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മുന്തിരിയൊക്കെ വറുത്ത ആ ഒരു നെയ്യും ബാക്കി കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്ന ഒരു കഷ്ണം പട്ടയും കുറച്ച് കുരുമുളക്, പെരുംജീരകം, 2-3 പീസ് ഏലയ്ക്ക ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആ ഒരു നെയ്ക്കകത്തൊന്ന് നമുക്കൊന്ന് പൊട്ടിയിടണേ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇത് ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുക്കുക. വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ആ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി അരി ഒന്ന് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി തട്ടിയിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കാം. ആ അരി ചെറുതായിട്ടൊരു കളർ വ്യത്യാസം വരും, ഒരു ചെറിയൊരു ബ്രൗൺ കളർ പോലെയൊക്കെ നമുക്ക് തോന്നും. ആ ഒരു പരുവം വരെ നമുക്കൊന്ന് ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി നമ്മുടെ അരി വറുത്ത അരിക്കകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ 5.5 കപ്പ് വെള്ളമാണ് ഞാൻ ഈ അരിക്കകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുക. ചോറൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നാരങ്ങാനീരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഈ നന്നായിട്ടൊരു തിള വരുമല്ലോ, അതുവരെ ഹൈ സ്പീഡ് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് പിന്നെ തീരെ ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ തീ കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിക്കകത്ത വെള്ളമൊക്കെ ഏകദേശം നല്ല ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചില അരികളൊക്കെ നമ്മളിങ്ങനെ ഈ വറ്റിച്ച് ചോറ് വെച്ചെടുക്കുമ്പോൾ അതിനകത്ത് അരി നന്നായിട്ട് വെന്ത് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വെള്ളം വെക്കുമ്പോൾ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഞങ്ങൾ അധികം വെച്ചേക്കണേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അരി വേവാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടേക്കണം. അപ്പോൾ നമുക്ക് അഥവാ ഒരു വേവ് കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ അങ്ങ് വെള്ളം പറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കുറച്ച് ഉള്ളിയും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. വളരെ കുറച്ചെടുത്തിട്ട് ചേർത്താൽ മതി. അത് എന്നിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വെച്ചേക്കാം. വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അടപ്പ് മാറ്റിയിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചോറിനുള്ളിലേക്കൊന്നാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ ആ ചോറിനുള്ളിനകത്ത് വരത്തുള്ളൂ. കാരണം നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ലെയർ ആക്കുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇനി മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാക്കിയുള്ള ആ ഒരു ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഫലം കൂടി എടുത്ത് വെച്ച് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇത് എടുക്കാറാകുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല പരുവായിട്ടുള്ള ചോറായിട്ട് വരും. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.